ഇന്നൊരു KFC ചിക്കൻ ചലഞ്ചാണ്. ഇതേപോലെ ആവോ നോക്കാം ഈ ചിക്കൻ. അപ്പോൾ പുറത്തുനിന്നൊക്കെ നമ്മൾ KFC ഒക്കെ വാങ്ങുന്ന സമയത്ത് നല്ല റേറ്റാണ് KFCക്കൊക്കെ. അപ്പോൾ ഒന്നോ രണ്ടോ ലെഗ് പീസിനൊക്കെ ഒരു 200, 300 ആ അടുപ്പിച്ചൊക്കെയാണ് റേറ്റ് വരിക. അത്യാവശ്യം നല്ലോണം നമ്മൾ വയറ് നിറയുന്നവരെ കഴിക്കണമെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു എമൗണ്ട് ആവും, 1000-നടുത്തൊക്കെ ആവും. അപ്പോൾ അതൊന്നുമില്ലാതെ നമ്മൾ എന്താ പറയുക, ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് ഒരുപാട് KFC ചിക്കൻ ഉണ്ടാക്കി നോക്കാം. സക്സസ് ആവുമെന്നൊന്നും അറിയത്തില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പൊടികളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ മെയിനായിട്ട് കോൺഫ്ലോറാണ് ചേർത്തേക്കുന്നത്. പക്ഷേ പല വീഡിയോസിലും പലരും പലതാണ് ചേർക്കുന്നത്. ചില ആൾക്കാർ ഓട്സൊക്കെ ചേർക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ കോൺഫ്ലോറാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയത്. കാരണം സംഭവം ഈ KFC ചിക്കൻ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആകെ കുറച്ച് പൊടികളും മാത്രം മതി. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും എന്തായാലും ഈ ഒരു പൊടി. പിന്നെ എരിവാണ് മെയിനായിട്ട്. അപ്പോൾ ഞാനതിൽ കുറച്ച് മൂന്ന് പൊടികളൊക്കെ എരിവിന് വേണ്ടിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ മസാലയാണ് ഇട്ടത്. അപ്പോൾ അതന്നെ വരുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താവെന്തോ നോക്കാം നമുക്ക്. ഇതിൽ കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ട് ഞാൻ നല്ലോണം കുഴച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് അറിയുന്ന ആരെങ്കിലും, ട്രൈ ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, അവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ഒരു KFC ചിക്കൻ്റെ കൂട്ടിൻ്റെ അകത്ത് ചിക്കൻ മുക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഒരു തവണ ഞാൻ ഉണ്ടാക്കി നോക്കിയ സമയത്ത് ഭയങ്കര ഫെയിലായിപ്പോയി. കാരണം ഞാൻ 2-3 തവണ ഈ ഒരു കൂട്ടിൻ്റെ അകത്ത് മുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഭയങ്കര കട്ടിയായിപ്പോയി, കഴിക്കാൻ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ സെക്കൻഡ് ടൈം ചെയ്ത് നോക്കുകയാണ്. ഇത് സക്സസ് ആവുമെന്നറിയില്ല. ഞാനിതിലൊരൊറ്റ തവണ ഈ ഒരു പൊടീൻ്റെ ഒരു കോട്ട് ചേർക്കുന്നുള്ളൂ. അപ്പം നോക്കാം നമുക്ക്, എന്താവും എന്തോ അറിയില്ല. പക്ഷെ ഞാൻ ഇതിലേക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്ത സമയത്ത് ഓൾറെഡി ചിക്കൻ്റെ അകത്തുള്ള വെള്ളം ഉണ്ടായിരുന്നു, അതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് എല്ലാ പൊടികളും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ എന്തായാലും ചിക്കനൊക്കെ എന്തുണ്ടാക്കുകയാണെങ്കിലും ചിക്കൻ്റെ അകത്ത് ഈ മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കണേ. കാരണം എന്താ വെച്ചാൽ എന്നാലേ അതിൻ്റെ അകത്തേക്ക് മസാലയൊക്കെ പിടിക്കുള്ളൂ. ഒരു 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം, എന്നാലേ അത് മസാലയിൽ പിടിച്ചൊന്ന് സെറ്റ് ആവുള്ളൂ, ടേസ്റ്റൊക്കെ നല്ലോണം കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരു സുഖം കിട്ടത്തില്ല. അപ്പം ഞാൻ ഇതിലേക്കൊന്ന് ഈ പൊടീൻ്റെ അകത്ത് മുക്കിയെടുക്കുകയാണ് ചെയ്തത്. ഞാൻ പിന്നെ മടി കാരണം ഞാൻ എല്ലാം എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇട്ട്, കോഴിമുട്ടേൻ്റെ ആ ഒരു വെള്ളേൻ്റെ അകത്തേക്ക് ഞാൻ എല്ലാം എടുത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഈ പൊടീൻ്റെ അകത്ത് സെറ്റാക്കി എടുക്കുകയാണ്. പൊടിയൊക്കെ സെറ്റാക്കി ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുവാണ്. കുറേയൊക്കെ മടിയാണ്. പിന്നെ ഇതൊന്ന് നല്ലോണം ഈ പൊടികളൊക്കെ ഇതിൻ്റെ അകത്ത് മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഈ ഒരു ഓരോരോ സാധനം മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കണം. കാരണം വെളിച്ചെണ്ണയാണ്, അപ്പോൾ ചൂടുള്ള വെളിച്ചെണ്ണ മേലൊന്നും തെറിക്കേണ്ട, മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. മെല്ലെ മെല്ലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സാധനം സെറ്റായിട്ട് കിട്ടും. ഇനിയാണ് ഫുൾ ടെൻഷനാണ്, എന്താവും എന്തോന്നറിയില്ല. നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. കാരണം ഒരു തവണ ഉണ്ടാക്കിയ ഫ്ലോപ്പായിരുന്നു. ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു ബ്രൗൺ കളറും KFCൻ്റെ ഈ ഒരു പുറത്തുള്ള മുരുമുരു പോലെയുള്ള ഒക്കെ ആയിട്ടുണ്ട്. ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. അതിൻ്റെ വെളിച്ചെണ്ണ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് വേണം വെക്കാൻ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് അതിൻ്റെ അകത്തേക്ക് കോരിയിടുകയാണ് ചെയ്യുന്നത്. ഏകദേശമൊക്കെ ഒരു KFC ചിക്കൻ്റെ ഒരു രൂപത്തിലൊക്കെ ആക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. KFC ചിക്കൻ്റെ ആ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ചിലേക്ക് ഞാൻ സോസൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോസും കൂടെ വരുമ്പോഴാണ് ഈ ഒരു KFC ചിക്കൻ ഒന്ന് പൂർണ്ണമാവുക. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു ചലഞ്ച് സെറ്റായിട്ടുണ്ട്.